നീറോഷിച്ചു എന്റെ പപ്പ ഞാനിതാ വന്നു കഴിഞ്ഞു. ഒരുദിനം കോടതിയിൽ ഹാജരാക്കേണ്ട കാര്യമില്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. ഇതൊന്നും വേഗമാവട്ടെ. ഒരു പോക്കറ്റ് അടിക്കാരനെ കോടതിയിൽ കൊണ്ട് ഹാജരാക്കാനുള്ളതാ. എന്റെ ദിനേശ് ചേട്ടാ, ഞാനും ഒരു മനുഷ്യ സ്ത്രീയാ. എനിക്ക് 2 കയ്യേ ഉള്ളൂ. രാവിലെ മുതൽ അടുക്കളയിൽ കയറി നിരങ്ങുന്നതാ. അമ്മയുണ്ടല്ലോ സഹായിക്കാൻ. അല്ല, അമ്മ ഇതോടെ പോയി. അമ്മ എഴുന്നേറ്റില്ല ഇതുവരെ. നോക്കിയപ്പോ നെറ്റിയിൽ ചെറിയ ചൂടുണ്ട്. അമ്മയ്ക്കോ? പനിയോ? നീ ഇതെന്താ നേരത്തെ പറയുന്നത്? അങ്ങനെ കൂടുതലൊന്നും ഇല്ല ഏട്ടാ. അങ്ങനെ കൂടുതലില്ലെന്ന് നിനക്ക് പറയാം. എന്റെ അമ്മയാ. മാറങ്ങോട്ട്. അമ്മേ, അമ്മയ്ക്ക് എന്തു പറ്റി അമ്മേ? ചെറിയൊരു പനിയുണ്ടടാ, ജലദോഷവും ഉണ്ട്. അയ്യോ, ചൂടുണ്ടല്ലോ. അമ്മ വന്നേ, ആശുപത്രി പോവാം. ആശുപത്രി ഒരിത്തിരി പനിച്ചോന്ന് വെച്ച് പേടിക്കുന്നവളാണോടാ നിന്റെ അമ്മ? പോവാൻ പറയടാ പനിയോട്. അത് ശരി, പനിയാണെങ്കിലും വാചോടിക്കുന്ന ഒരു കുറവില്ല. എടാ, നിന്റെ കെട്ടിയോളോട് ഇത്തിരി കുരുമുളക് കഷായം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി. അത് കൊണ്ട് തരാൻ പറയടാ. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എടി കാഞ്ചനെ, എവിടെയാണ് നിന്റെ കുരുമുളക് കഷായം? ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനിടയിലല്ലേ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ തിരക്ക്. അമ്മേ എഴുന്നേറ്റേ. കുടിക്കമ്മേ, കുടിക്കമ്മേ. ഇതെന്താ പരിപാടി ഇത്? നിനക്കെന്താ എന്റെ വയറ് കളയണമെന്ന് വല്ല നേർച്ചുണ്ടോ? എടി ഭാർഗവി, വെറുതെ ആ കൊച്ചിനെ കുറ്റം പറയരുത്. വയസ്സുകാലത്ത് നല്ല വാക്ക് പറഞ്ഞ് ശീലിക്ക്. മിണ്ടാന്ന് അവിടെ ഇരുന്നോണം. ഞാൻ എന്റെ മോനെ മരുമോളെയാ പറഞ്ഞത്, നിങ്ങളുടെ ആരെയല്ല. അയ്യോ എന്റെ പപ്പ, ഞാനിതാ വന്നു കഴിഞ്ഞു. അമ്മ കുടിക്കണേ. അമ്മേ, കാഞ്ചനെ, എനിക്ക് അത്യാവശ്യം സ്റ്റേഷനിൽ പോണം. പോയിട്ട് അയ്യോ, ബ്രേക്ക്ഫാസ്റ്റ്? എടി, അവന് സമയത്തിന് ആഹാരം ഉണ്ടാക്കി കൊടുക്കാതെ സിനിമ കണ്ട അവൾ ഇരുന്നോളൂ. നീ ഇവിടെ വരുന്നതിന് മുമ്പ് എത്ര നന്നായി ആഹാരം കഴിച്ച ചെറുക്കനാ. ഇപ്പൊ എന്റെ കൊച്ചു കോലം കെട്ട് പോയില്ലേ? ഇതേ തള്ളേ, മിണ്ടാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. ഭരിക്കാൻ വന്നാലേ അടിച്ച് പല്ലു ഒഴിക്കും ഞാൻ. ഇതാള് വേറെയാ. നീ എന്താടി എന്നെ തുടിച്ചു നോക്കുന്നേ? അയ്യോ, ഒന്നുമില്ലമ്മേ. ഇപ്പൊ പനിയുണ്ടമ്മേ? സാർ ഒന്ന് വേഗമാണോ? സാറേ, ഒന്ന് ടോയ്ലറ്റിൽ പോണമായിരുന്നു. ഓ, ടോയ്ലറ്റ്. മിനിറ്റിന് ടോയ്ലറ്റ്. ഡോ, തനിക്ക് അസുഖമല്ലോ ഉണ്ടോ? ഷുഗറിന്റെ പ്രശ്നമുണ്ട് സാറേ, അതാ. നിന്നെ ഞാൻ എടോ, തനിക്ക് ഇടക്കിടക്ക് മൂത്രമൊഴിക്കാൻ പോണെങ്കിലേ പിന്നെ എന്തിനാണ് താൻ വല്ലോന്റെ പോക്കറ്റ് അടിക്കാൻ നടക്കുന്നത്? ശീലിച്ചു പോയില്ലേ സാറേ? വല്ലോന്റെ പേഴ്സ് കണ്ട അപ്പ അടിച്ചു മാറ്റണം. ആഹാ, തന്റെ ഫാദർ എന്താ പണി? ഫാദറിന്റെ ഫോട്ടോ ഇവിടെ ഇരിപ്പില്ലേ സാറേ? KP ഉത്തമൻ, കള്ളിക്കാട് ഉത്തമൻ. ആഹാ, ATM കുത്തി തുറന്ന ഉത്തമന്റെ മോനാ? ആ അച്ഛന്റെ ചോരയാ സാറേ. ഓഹോ, മൂപ്പര് ആന എടുക്കുമ്പോ നമ്മൾ അണ്ണാനെങ്കിലും എടുക്കണ്ടേ സാറേ? എന്തുവാടേ രണ്ടും കൂടി? സനൂപേ, ഇവന്റെ സകല ഐഡിയയും പഠിച്ചു വെച്ചോ. നാളെ പോലീസിൽ നിന്ന് പിരിച്ചു വിടുമ്പോ ജീവിക്കാൻ ഒരു പണിയാവും. സാറേ, എനിക്ക് മുട്ടിട്ട് വയ്യ. എന്താടാ അവൻ പറയുന്നത്? സാറേ, ഒന്നിന്റെ കാര്യ. സൂക്ഷിച്ചും കണ്ട് പൊക്കോ. കള്ളിക്കാട് ഉത്തമന്റെ മോനെ, ചിലപ്പോ ചാടി. കള്ളിക്കാട് ഉത്തമനായി പറയുന്നത് ഇന്നേക്ക് 3-ാം ദിവസം ആ വീടോ ആ വീട്ടിലെ ആൾക്കാരോ അവിടെ ഉണ്ടാകില്ല. ഉത്തമൻ പറഞ്ഞ വാക്കാ. കാലിനിച്ചിരി സ്വാധീനക്കുറവുണ്ടെങ്കിലും പവറിനൊരു കുറവും ഇല്ലടാ. പറഞ്ഞു കേട്ടോ? ഒരു ദക്ഷിണ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ശിഷ്യന്മാരിൽ നിനക്ക് മാത്രമേ കുരുത്തമുള്ളൂ. ഒഴിച്ചരുത്. നീ സ്നേഹമുള്ളവനാ. ആ പുളിഞ്ചി കഴിഞ്ഞോട്ടതാ. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം നമ്മളൊന്നായി അല്ല, ഗുരു വരാൻ പറഞ്ഞ എന്താ? ATM ഒക്കെ ഇപ്പൊ പലരും കുത്തി തുറക്കും. ചൈനയിൽ റഷ്യയിൽ ഒക്കെ ആൾക്കാർ കാശ് അടിച്ചു മാറ്റും. ഇപ്പൊ അതൊന്നും ഒരു വാർത്തയല്ല. നിനക്കറിയൂ, ഞാൻ 2010-ലാ ATM കുത്തി തുറന്നു. ഇന്നേക്ക് 7 വർഷം മുമ്പ്. ബിഫോർ 7 years മുമ്പ്. യു നോ?
വെറും കമ്പിപ്പാര കൊണ്ട്. ആ കാലത്ത് ഞാൻ മറ്റേ കുഞ്ഞാപ്പൂന്റെ പുറകെ വെറുതെ ചുറ്റികയും മഴ എടുത്തുകൊണ്ട് നടത്തും. ഈ ATM എന്താണെന്ന് പോലും എനിക്കറിയില്ല. അന്ന് കുഞ്ഞാപ്പൂന്റെ അടുത്ത് പറയണത് കള്ളിക്കാടൻ ഉത്തമൻ എന്ന പേരിൽ ഒരു ഭയങ്കര കള്ളൻ ഇറങ്ങിയിട്ടുണ്ടെന്ന്. സകല പത്രം എന്റെ പുറകെ ഇല്ലേ. ഉത്തമൻ അത് ചെയ്തു, ഉത്തമൻ ഇത്ര ഭാര്യമാരുണ്ട്, ഇത്ര മക്കളുണ്ട്. എന്റെ പുഷ്കര, ഞാൻ പറഞ്ഞാ നീ വിശ്വസിക്കൂ. പറ. ഒരു ദിവസം എന്റെ ഫോണിലേക്ക് ഒരു വിളി. ആര്? ഡൽഹിന്ന്. അന്ന് ലൈൻ ഫോൺ ആണല്ലോ, നമുക്ക് ഹിന്ദി അറിഞ്ഞുകൂടാലോ. ഞാൻ തിരിച്ചു വിളിക്കാന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ഉടനെ പോയി ഞാനൊരു ഹിന്ദി മാസ്റ്ററെ കൂട്ടിക്കൊണ്ടുവന്നു. എന്താ സംഭവം? ബോംബെന്ന് വണ്ടിച്ചോറിന്റെ വിളിയാ. ഏത് വണ്ടിച്ചോറ്? നിനക്ക് നാണമില്ലയോടെ? ഏത് വണ്ടിച്ചോറെന്ന്? ഇന്ത്യയിലെ നമ്മുടെ ഫീൽഡിലെ അമിതാഭ് ബച്ചനാ ഈ വണ്ടിച്ചോറ്. കള്ളന്മാരുടെ സുൽത്താൻ. മൂപ്പര് വിളിച്ചിട്ട് ഭയങ്കര ആശംസകള്. ഹിന്ദി അറിഞ്ഞൂടാതെ ഗുരുവിന് അത് ആശംസയാണെന്ന് എങ്ങനെ മനസ്സിലായി? അതിനല്ലേടെ ഹിന്ദി മാസ്റ്ററെ വിളിച്ചോണ്ട് വന്നത്. അയാൾക്കറിയാവല്ലോ ഹിന്ദി. ഉടനെ ബോംബെയിലേക്ക് കള്ളവണ്ടി കയറാനാ വണ്ടിച്ചോറ് വിളിച്ചത്. അതിന് കള്ളവണ്ടി തന്നെ കയറണം, നല്ല വണ്ടി കയറിയാ പോലെ. ഈ കാലം കൊണ്ട് ചവിട്ട്. കള്ളന്മാരെവിടെ പോയാലും കള്ളവണ്ടിയിലല്ലേ കേറാവൂ. അതല്ലേ ഒരു ഇത്. എന്നിട്ട് ഗുരു പോയോ? എവിടെ പോവാൻ? നമ്മളെ കെട്ടിയോള് വിടുവോ? നമ്മളെ കെട്ടിയോളാം. എന്റെ കെട്ടിയോള്. മനസ്സിലായി. മോന് സുഖമില്ലാതെ ആശുപത്രിയിലാക്കിയ ദിവസമാ. പോയില്ലേ? ഏതൊരച്ഛനെയും പോലെ എന്നേക്കാൾ വലുതാകണം മക്കളെന്ന് ഞാനും കരുതി വളർത്തിയ ചെറുക്കൻ എന്റെ പ്രതീക്ഷകൾ തകർത്ത് കളഞ്ഞു. പുഷ്കര, നീ ഒരെണ്ണം കൂടെ ഒഴിക്കണ്ട, ഇത് തന്നെ അടിച്ചു. ആശാനെ, പഠിച്ച് വലിയ നിലയിലെത്താനുള്ള കഴിവൊക്കെ അവനുണ്ട്, പക്ഷെ ഉഴപ്പായിരിക്കും. പഠിച്ച് വലിയ നിലയിൽ കളക്ടറാവാനല്ല, എന്നേക്കാൾ വലിയ കള്ളനാകാൻ, ഒരു വണ്ടിച്ചോറിനെ പോലെ ആകാനാ ഞാൻ അവനെ വളർത്തിയത്. ഭാഗ്യമില്ലാതെ പോയി. എന്നിട്ടിപ്പോ ATM-ന്ന് പൈസ എടുത്തൊരു കിളവന്റെ 2000 രൂപ അടിച്ചോണ്ട് പോയതിന് പോലീസ് പിടിച്ചോണ്ട് പോയിരിക്കുക. അതെപ്പോഴാ ആശാനെ? ഞാൻ അറിഞ്ഞില്ല. അത് മോശമായി പോയ ആശാനെ. ATM-കളെല്ലാം കുത്തി തുറന്ന് ഇന്ത്യ മുഴുവൻ പ്രശസ്തനായ ഒരു അച്ഛന്റെ മകൻ ATM-ന്ന് കാശെടുത്ത് ഒരു കിളവന്റെ 2000 രൂപ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായി പോയി. എടാ, ഈ കാല് വയ്യാത്ത എന്നെ കക്കൂസെ കൊണ്ടുപോവാൻ പോലും ആളില്ലാതാക്കിയത് ആ SI ദിനേശൻ. അവൻ ഒറ്റ ഒരുത്തനാ. ആ SI ദിനേശൻ ഭയങ്കര പാവല്ല ആശാനെ. അവനാ കിളവന്റെ വാക്കും കേട്ട് മനസ്സലിഞ്ഞ് എന്റെ കൊച്ചനെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരിക്കുക. ആയവന്റെ പോക്കറ്റ് അടിച്ചൊന്ന് പറഞ്ഞ് ഒന്നുമില്ലെങ്കിൽ കള്ളിക്കാട് ഉത്തമന്റെ മോനാണെന്നൊരു പരിഗണനെങ്കിലും വേണ്ടേ? പോക്കറ്റ് അടിച്ച പയ്യൻ കള്ളിക്കാട് ഉത്തമന്റെ മോനാണെന്ന് പത്രത്തിൽ വായിച്ചപ്പോ ഞാൻ കരഞ്ഞു പോയടാ. പേര് ദോഷം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനൊരു മോൻ എനിക്ക് എന്തിനാണ്? ഗുരു അങ്ങനെ പറയില്ല ഗുരു. ഗുരുവും പെട്ടെന്ന് ഒരു ദിവസം ATM കുത്തി തുറന്നല്ലോ. താലിമാല പൊട്ടിച്ചും ഭണ്ഡാരങ്ങൾ കുത്തി പൊളിച്ചും അല്ലേ അങ്ങ് കേറി ATM വരെ എത്തിയതല്ലേ. നമ്മൾ ചെറുങ്ങനെ കയറി വരും. ആശ സങ്കടപ്പെടാതെ ഒന്ന് സമാധാനപ്പെട്. അതും ശരിയാ. എന്തായാലും നിന്നോട് സംസാരിച്ചപ്പോ എനിക്കൊരു സമാധാനമായടാ. ഇതിനാണ് ഗുരു എന്റെ അടുത്ത് വരാൻ പറഞ്ഞ. എന്റെ കാല് നേരെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരുത്തന്റെയും കാല് പിടിക്കില്ല. നീ എനിക്കൊരു സഹായം ചെയ്യണം. പറ ഗുരു, ഞാൻ റെഡിയാ. ഏത് കൊട്ടേഷനും അഡ്വാൻസ് കൊടുക്കണം. എന്റെ കയ്യിൽ ഇപ്പോ ഇതേ ഉള്ളു. ഞാൻ എന്ത് വേണം ഗുരു? ഇതിനൊക്കെ കാരണമായ SIക്ക് നീ ഇരുട്ടടി കൊടുക്കണം. ഈ ഒരു രൂപ അതൊന്നും എന്നെ കൊണ്ട് പറ്റൂല. കടന്നു പോടാ പട്ടി. ഈ കള്ളിക്കാട് ഉത്തമം വിളിച്ചാലേ ഇനി ആൾക്കാർ വരും, നിന്നേക്കാൾ യോഗ്യന്മാര്. പോടാ പട്ടി. നിന്റെ കൂതർ തണ്ണി കളയരുത് ഗുരു. ശാന്തമായിട്ടൊന്ന് ആലോചിക്കാം. അങ്ങനെ ആശാൻ എന്താ ചെയ്തത് പറ. കേസ് വന്ന് പയ്യനെ കോടതിയിൽ ഹാജരാക്കി. അതിപ്പോ നമ്മളായാലും അങ്ങനെയല്ലേ ചെയ്യൂ. നീ എപ്പോഴും അവന്റെ ഭാഗം കൂടും. നീ പോടാ പട്ടി. ഓക്കെ ഗുരു പറഞ്ഞോണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. SIക്ക് പണി കൊടുക്കണം, അത്രയേ ഉള്ളൂ. അത് മതി. ഇതിന്റെ പിന്നിൽ ഉത്തമനാണെന്ന് അവൻ അറിയണം. ഓക്കെ, ആ SIയുടെ കാല് തല്ലി ഓടിച്ചിട്ട് ആ കാലിൽ ഉത്തമൻ എന്ന് എഴുതി വെക്കാം. അത് മതി.
കാല് പോയാലും ഉത്തമനൊരു പുല്ലും ഇല്ലെന്ന് സകലമാനും അറിയണം. ഞാൻ ഏറ്റു. ഓക്കെ. മനസ്സ് വിചാരിക്കുന്നിടത്ത് ശരീരം എത്താതെ പോകുന്നതിന്റെ ടെൻഷനാടാ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നെ ക്ഷമിക്ക്. എന്തായാലും SIക്ക് ഒരു പാഠം പഠിപ്പിക്കണം. താങ്ക് യു. അവൻ എന്റെ അടുത്താ കളി. എന്താണ് പുഷ്കര, നീ ഓട്ടോ ഒക്കെ തുടങ്ങി? ചുമ്മാ പറഞ്ഞ സാറേ, പിന്നെ ഓടിയില്ലെങ്കിലേ വീട്ടിൽ പെണ്ണുമ്പളെ കയറ്റത്തില്ല. കൊളസ്ട്രോളോ ഷുഗറോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല സാറേ, ഈ പണിയൊന്നും ഇല്ലാതെ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോഴേ ഈ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഒന്ന് ശരീരത്തിൽ കയറിയാലേ ആകെ പണിയായി പോകും. അതുകൊണ്ടോട് ഓടിയത്. ഇനി നാട്ടുകാർ വല്ലതും കണ്ടിട്ട് കള്ളനും പോലീസും കമ്പനിയാണെന്നും പറഞ്ഞ് വാട്സാപ്പിൽ ഫോട്ടോ എടുത്തിട്ട് അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നീ ഇച്ചിരി ഗ്യാപ്പ് ഓടിയാൽ മതി. സാറേ, ഇത് പബ്ലിക് റോഡാണ്. കള്ളനും പോലീസിനും ഒരുപോലെ അവകാശപ്പെട്ട റോഡാണ്. അല്ല സാറേ, നമ്മൾ തമ്മിൽ ഇപ്പൊ എന്താണ് വ്യത്യാസം? സാറിന്റെ തലയിൽ തൊപ്പിയുണ്ട്, എന്റെ തലയിൽ തൊപ്പിയില്ല. മറ്റൊന്നും കൂടി ഉണ്ട് പുഷ്കര. എന്താ സാറേ? എന്റെ ഐഡിയ നിനക്കുണ്ടോ? അല്ല സാറേ, എന്റെ കയ്യിൽ ഡോക്യുമെന്റ് ആണ്. എടാ അതല്ല, എന്റെ ബുദ്ധി നിനക്കുണ്ടോന്ന്. ബുദ്ധി ഉണ്ടായിട്ട് എന്ത് കാര്യം സാറേ? ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന പലർക്കും സാറിന്റെ വിലയില്ലല്ലോ. അതാർക്ക്? എന്നിട്ട് എല്ലാരും എന്നോട് നന്നായിട്ടാണല്ലോ പെരുമാറുന്നത്. സാറേ, നമ്മൾ ഈ കാണുന്ന ചിരിയൊക്കെ സത്യമാണെന്ന സാറ് വിചാരിക്കുന്നത്? ഉള്ളിൽ സകലമാരും പറയലല്ലേ, മൊത്തം വിഷോ. താൻ ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? ഓ വേണ്ട സാറേ, ഇനി അത് പറഞ്ഞ പ്രശ്നവും. നാട്ടുകാരുടെ ക്രമസമാധാനം പാലിക്കേണ്ട പോലീസുകാർ തന്നെ തമ്മിലടിച്ചെന്ന് പറഞ്ഞ അതൊക്കെ ഭയങ്കര മോശമായി പോകും സാറേ. ഓ, ഇനി ഞാനായിട്ട് അതൊന്നും പറയുന്നില്ലേ സാറേ. ഇനി ആൾക്കാർ നമ്മൾ തമ്മിൽ കമ്പനിയാണെന്ന് വിചാരിക്കണ്ട. ഞാൻ മാറി ഓടിക്കോളാം. ഓക്കെ സാറേ, ചിലപ്പോ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഇട്ടല്ലേ. ഞാൻ പോട്ടെ സാറേ. ഒരു കാര്യം പറയട്ടെ. എന്ത് സാറേ? സാർ ഇവിടെ ഇരിക്കണം. താനെന്തോടെ അർത്ഥം വെച്ച് സംസാരിച്ചത്? CI ഷിജു സാറ് വലിയ കൈക്കൂലിക്കാരനാണ്, അഴിമതിക്കാരനാണ്, തെണ്ടിയാണ്, തെമ്മാടിയാണ്. സാറേ, ആൾക്കാരെ വല്ലതും കണ്ടല്ല ഞാൻ ഇനി സാറിന്റെ പോക്കറ്റ് അടിച്ച് ആൾക്കാർ തെറ്റിദ്ധരിക്കും. സാറേ, സാർ തെണ്ടിയാണ്, തെമ്മാടിയാണ്, അഴിമതി. നിർത്തിക്കോണം. നിനക്ക് കൊട്ടാനുള്ള ചെണ്ടയാണോടാ ഞാൻ? സാറേ, ഇതൊക്കെ കേൾക്കുമ്പം സാറിന് വലിയ ദേഷ്യം വന്നില്ലേ? പിന്നെ ദേഷ്യം വരത്തില്ലേ? ഇതൊന്നും ഞാൻ പറയണല്ല, പിന്നെ നാട്ടുകാർ പറയണതാണ്. എന്നെ പറ്റി ഏതവനാടാ പറയുന്നത്? പറയടാ. മറ്റാരുമല്ല, സാറിന്റെ സ്റ്റേഷനിലെ ആൾക്കാർ തന്നെയാണ്. സാർ ഇപ്പൊ എന്റെ അടുത്ത് കൈയോങ്ങിയില്ലേ, അതുപോലെ സാർ അവിടെ പോയി കൈയോങ്ങ്. സാറിനെ പോലുള്ള ഒരാൾ നീചനും തെമ്മാടിയാക്കിയാലേ അവരിൽ ചിലർക്കൊക്കെ നല്ല പേര് കിട്ടൂ. അതാണ് കാര്യം, മനസ്സിലായ? താനൊന്ന് വ്യക്തമായിട്ട് പറയൂ, ആരാ എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത്? അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ സാറേ? വല്ലപ്പോഴൊക്കെ സ്റ്റേഷനിൽ വരികയും ഒപ്പിട്ട് മുങ്ങുകയും ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, SI ദിനേശൻ. സാറേ, ഞാൻ പറയുന്നത് പറയണ്ട. സത്യമായിട്ടും സാറിന്റെ പേര് ചീത്തയാക്കുന്നത് അയാൾ ഒരൊറ്റ ഒരുത്തനാ. SI ദിനേശൻ? അതെ സാർ. അവനുള്ളത് ഞാൻ കൊടുത്തോളാം. കൊടുക്കണം സാർ. സാർ ഓടുന്നല്ലേ സാർ? ഞാൻ ഓട്ടം നിർത്തി, ഇനി അവനും ഓടിക്കണം. ഓക്കെ സാർ. എന്നോടാ കളി. SI സാറിനെ സ്റ്റേഷനിലോട്ടങ്ങ് കാണാറേ ഇല്ലല്ലോ. അത് സാറേ, ഈ റേഷൻ അരി പൂഴ്ത്തി വെച്ച കേസില്ലേ, അതിന്റെ അന്വേഷണത്തിന് പോയിരിക്കായിരുന്നു. എടോ, അതൊക്കെ കോംപ്രമൈസ് ആയ കേസല്ലേ? താൻ വേറെ കേസുണ്ടേ പറ. സോറി സാർ. സോറി. അല്ല, ഇത് ചേട്ടനും അനിയനും തമ്മിലൊരു അതിർത്തി തർക്കം. അടിപിടിയായി പ്രശ്നം. അടിപിടിയോ? ഞാൻ അറിയാത്ത ഏത് അടിപിടിയാണ്? ഏത് ചേട്ടനും അനിയനും? അമ്മാരുടെ സകല ഡീറ്റെയിൽസും എനിക്ക് ഇപ്പൊ കിട്ടണം. ഇപ്പൊ കൊണ്ടുവരാം സാർ. വരട്ടെ സാർ. ചേട്ടനെ വരട്ടി ചേട്ടന്റെ കയ്യിൽ നിന്ന്, അനിയനെ വരട്ടി അനിയന്റെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങി. ഈ CI ഷിജു ആരാ മോൻ? എന്റെ പ്രതാപ, സത്യത്തിനും നീതിക്കും നിരക്കാത്ത ഒരു പരിപാടിക്കും ഈ ASI പപ്പനെ കിട്ടില്ല. രാവിലെ ഓരോന്നും എന്ത് പറ്റി? എന്നെ എപ്പോഴും സ്റ്റേഷനിൽ കാണില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ ചുമ്മാ ഒരു ബ്ലണ്ടർ അടിച്ചു. അതിപ്പോ കുഴപ്പമായി. ബ്ലണ്ടറിന്റെ കാര്യത്തിൽ സാറിനെ വല്ലാം വേറെ ആരും ഇല്ലല്ലോ. എന്താ സാറേ ബ്ലണ്ടർ? യോ, ഞാൻ ഒരു ചേട്ടനും അനിയനും തമ്മിലുള്ള അതിർത്തി പ്രശ്നവും തമ്മിലടി അന്വേഷിക്കാൻ പോയതാന്ന് കള്ളം പറഞ്ഞു. അതിനെന്താ പ്രശ്നം? അതല്ലേ പ്രശ്നം. മൂപ്പരപ്പ തന്നെ ആ ചേട്ടന്റെ അനിയന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഇല്ലാത്ത ചേട്ടന്റെ അനിയന്റെയും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എവിടെ നിർത്തി വെച്ച് കൊടുക്കും? പുലിമണയിലാണല്ലോ സാറ് തലകൊണ്ടേ വെച്ചിരിക്കുന്നത്. അതെ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ അങ്ങനെ കള്ളനാക്കും. അതിപ്പോ എങ്ങനെ രക്ഷിക്കാനാ സാറേ? തനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ചേട്ടാനിയന്മാരുടെ നമ്പർ ഉണ്ടെങ്കിൽ അത് തന്നാ മതി.
സാറേ പറയുന്നത് ദൈവത്തിന് നടക്കാത്ത കുറ്റമല്ലേ? വിരോധമില്ലാത്ത രണ്ട് സഹോദരന്മാരെ തമ്മിൽ തെറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാ ഒരു ഹരിചന്ദ്രൻ അതിർത്തി തർക്കത്തിൽ നിൽക്കുന്ന ആരും ഇല്ലയോ നമ്മുടെ ഈ സ്റ്റേഷന്റെ പരിധിയിൽ? ഉണ്ട് സാറേ. എന്റെ വീടിന്റെ തൊട്ട അയൽപക്കത്ത് ഒരു ഷമീർ ഷക്കീറും ഉണ്ട്. എപ്പോഴും വഴക്കാം. മതി. അമ്മയുടെ നമ്പർ ഉണ്ടാവോ? ഒരു മിനിറ്റ്. രക്ഷപ്പെട്ടു. ചുമ്മാ പറഞ്ഞാണെങ്കിലും സത്യമായി. ഇപ്പോഴങ്ങ് വരൂടെ? ഇപ്പൊ വരും. വന്നല്ലോ. ഇത് ലവനല്ലേ? സാറിനോട് പൊറുക്കണം. പുഷ്കരൻ നല്ല വീട്ടിലാണല്ലോ. എന്താ കാര്യം? സാറിനോട് പൊറുക്കണം. ഞാൻ എന്തിനു പൊറുക്കണത്? എടാ നീ നിന്റെ കാശ് കൊണ്ട് സർക്കാരിൽ നിന്ന് 2 വാങ്ങിച്ച് അടിച്ച് വീലായിട്ട് വന്നു. അതിന് ഞാനെന്ത് വേണം? നിനക്കെന്ത് പ്രശ്നം? ആത്മനിന്ദയുണ്ട്. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല സാറ്. ആത്മനിന്ദയോ? അതെന്ത് സാധനം? കൊച്ചെറുക്കനായ സാറിന് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. പക്ഷേ SI സാറിന് പറഞ്ഞാൽ മനസ്സിലാവും എനിക്കറിയാം. പുഷ്കര റോഡായത്. ആൾക്കാരെ കാര്യം കണ്ടു കഴിഞ്ഞാണല്ലോ പ്രശ്നമാവും. അവസാനം നിന്നെ തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ട് വേണ്ടി വരും. നീ പോ. ഞാൻ പോവാം. പക്ഷെ എനിക്ക് പറയാനുള്ള പറഞ്ഞിട്ട് ഞാൻ പോവും സാറേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാറേ. ഇത് വലിയ ശല്യമായല്ലോ. കോളനിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. മന്ത്രി ഇപ്പൊ വരും. കൂടെ SP പാർട്ടിയൊക്കെ ഉണ്ടാവും. നീ ഇങ്ങനെ തണ്ണി അടിച്ച് സംസാരിച്ചോണ്ടെന്ന് അത് വലിയ പ്രശ്നമാവും. നീ പോ പോ പോ. സാറ് ഞാൻ ഒരു വലിയ തെറ്റ് കാണിച്ചു സാറ്. അതും സാറിനോട്. സാറിന്റെ ദൈവം എന്നെ നന്നാക്കാൻ വേണ്ടി പലതും ചെയ്ത സാറ്. അങ്ങനെയുള്ള സാറിനെ കുറിച്ച് ഞാൻ ഒരു അപരാധം പറഞ്ഞുപോയി. എന്താണ് താൻ സാറിനെ കുറിച്ച് പറഞ്ഞത്? സാർ ഒരു തെണ്ടിയാണെന്നും കൈക്കൂലിക്കാരനാണെന്നും ചെറ്റയാണെന്നൊക്കെ നാട്ടുകാർ. അതിലിപ്പോ എന്താണ് പ്രശ്നം? അതൊക്കെ നാട്ടുകാർ പറഞ്ഞ് നടക്കുന്നില്ലേ? അത് താനും ഒന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. അതിലൊരു കുഴപ്പമില്ല. അവിടെയാണ് സാറ് ട്വിസ്റ്റ്. ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞെന്നല്ല, പിന്നെ സാറിനെ കുറിച്ച് സാറ് പറഞ്ഞെന്നാ ഞാൻ പറഞ്ഞത്. അതും സാറിനോട് നേരിട്ട്. ഞാൻ പറയാത്ത കാര്യമൊക്കെ നീ പറയണം. സാറേ എഴുന്നേൽക്കില്ല. വല്ലതും പറ്റിയ പ്രശ്നമാവേ. പബ്ലിക് റോഡാ. മക്കളെടാ മന്ത്രി ഇപ്പൊ ഒരുടാ. എണീക്ക് കുട്ടാ. എന്താ ഞാൻ തൊടാ സാറേ? ഇവിടെ ഒന്നുമില്ലടാ. ഒന്ന് വീണതാ തല ചുറ്റി. സാറേ എന്നെ തല്ലിയാ? ഇല്ല. പക്ഷെ എന്തോ വന്ന് കൊള്ളുന്നത് പോലെ തോന്നി. പക്ഷെ കിട്ടേണ്ടത് കിട്ടിയപ്പോ എന്റെ ആത്മനിന്ന പോയി സാറേ. അത് പോയി. അപ്പൊ സാറേ എന്നെ മന്ത്രി വന്നാലേ പോകുന്നുള്ളൂ. അപ്പൊ പോയത് തന്നെ പോട്ടെ സാറേ. ഷമീറും ഷക്കീറും യുവമാർ രണ്ടുപേരും സഹോദരങ്ങളായ ശത്രുക്കളാ. താൻ ആദ്യം ഈ ഷമീറിനെ ഒന്ന് വിളിക്കും. ശരി, എന്നിട്ട് CI ഷിജു വിളിക്കുന്നു. ഹലോ, ഷമീറാണോ? താങ്കളുടെ സഹോദരനുമായുള്ള ഒരു അതിർത്തി പ്രശ്നം സംബന്ധിച്ച് ഒരു പരാതി സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്. ഫോണ് ഞാൻ CI സാറിന് കൊടുക്കാം. എന്തിന്? എനിക്ക് വേറെ ഫോണുണ്ട്. സാറേ ഷമീറാണെന്ന്. കഷ്ടം തന്നെ. എന്തുവാടാ നീ നിന്റെ ബ്രദറിന്റെ വീട്ടിലേക്കുള്ള വഴി കയ്യേറിയെന്നാണല്ലോ പരാതി. വൈകിട്ട് നീ അങ്ങ് വീട്ടിലോട്ട് വരണം. വന്നില്ലെങ്കിൽ ഇടിച്ച് നിന്റെ കൂമ്പ് ഞാൻ മാട്ടും. ഈ CI ആണെന്നുള്ള അഹങ്കാരം ഒന്നും സാറിനില്ല. സംസാരിക്കുമ്പോ ഉണ്ടല്ലോ സാറ് തനി കൂതറയാ. താൻ മിണ്ടാനോ? എടോ നാളെ എന്റെ വീടിന്റെ കോൺക്രീറ്റ് ആണ്. സിമെന്റിനുള്ള പൈസ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കൊന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അനിയനാണെങ്കിൽ അനിയൻ, ചേട്ടനാണെങ്കിൽ ചേട്ടൻ. താനാ ഷക്കീറിനെ ഒന്ന് വിളിച്ചേ. അവന്റെ കയ്യിൽ സിമെന്റ് ഉണ്ടോ സാർ? വിളിയടാ അങ്ങോട്ട്. ഹലോ, കാട് പോകുന്നേ ഉള്ളൂ. ഇക്ക നിങ്ങളുടെ തന്നെ സക്കീർ നമ്മുടെ പറമ്പിന്റെ അതിർത്തിയിൽ തെങ്ങും തൈ നടന്നുണ്ട്. ഒന്ന് വേഗം വാ. ആഹാ, ഞാനിത് എത്തിക്കഴിഞ്ഞു. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. സാറേ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ വേറെ ഓട്ടോ പിടിച്ചു പോകും. ശരി, ഇറങ്ങി. ആഹാ,
എന്റെ എടാ എന്റെ പറമ്പിൽ ചെടിനടാ നിന്റെ അനുവാദം വേണ്ട പട്ടി ആരോടാ പട്ടി നീയാടാ പട്ടി അയ്യോ, ഓടി വരണേ, നാട്ടുകാര് ഓടി വരണേ. ദേ, അനിയനും ചേട്ടനും കൂടെ അടി കൂടുവാ. അയ്യോ. ഇക്ക വീടെക്ക. ഇക്ക വീട്. പോലീസിൽ പരാതിപ്പെടുവല്ലേടാ മെമ്പർ എല്ലാം അളന്ന് റെഡിയാക്കി പോയിട്ട് നീ വീണ്ടും പോലീസിൽ പരാതിപ്പെടുവല്ലേടാ വെറുതെ അനാവശ്യം നിർത്തടാ. ഒരു ഒറ്റ അടി വെച്ച് തരും കേട്ടോ. ഞാനിവിടെ മെമ്പറായിട്ടിരിക്കുമ്പോ ഏതവനാടാ പോലീസ് കംപ്ലൈന്റ് ചെയ്തേ? ഏതവനാടാ ഇവിടെ തെങ്ങും തയ്യട്ടെ? ഇവൻ പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ട് സി എന്നെ വിളിച്ചിരുന്നു. ഇവൻ പോലീസ് കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞ് സി എന്നെ വിളിച്ചിരുന്നു. തന്നെ തന്നെ എങ്കിൽ ഞാൻ സി ഐ ഒന്ന് വിളിക്കട്ടെ. ആ സാർ, ഞാൻ മെമ്പറാ, പഞ്ചായത്ത് മെമ്പർ ലൂക്കോസാ. സാറേ, ഷമീറും ഷക്കീറും അതിർത്തി തർക്കമെന്ന് പറഞ്ഞ് പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് സാറ് വിളിച്ചില്ലേ? അത് ശരിയല്ല എന്ന് പറയാനാ ഞാൻ വിളിച്ചേ. അവരുടെ പ്രശ്നങ്ങളൊക്കെ ഈ മെമ്പർ തീർത്താ. ഇനി പ്രശ്നമില്ല. ഓ ശരി, ഓക്കെ സാർ. ഇനി ഇപ്പൊ എന്താ പ്രശ്നം? സാറേ, ഇവൻ എന്റെ അതിർത്തിയിലാണ് തെങ്ങിൻ തൈ നട്ടത്. മെമ്പറെ, ഇത് എന്റെ പറമ്പാ മെമ്പറെ. നിങ്ങൾ തമ്മിൽ തല്ലി ചാടവനെ. അമ്മേ, അസുഖം കൂടിയോ? ഡോക്ടറെ അടുത്ത് പോവണ്ടെന്ന് ഞാൻ പറഞ്ഞതാടാ, ഇവര് കേൾക്കുന്നില്ല. നല്ല പനിയുണ്ടല്ലോ അമ്മേ. വാ കേറ്. കേറമ്മേ. ദിനേശ് ചേട്ടനല്ലേ സ്റ്റേഷനിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? അത് ഞാൻ ചുമ്മാ ഒരു നമ്പർ ഇറക്കി. എന്ത് നമ്പർ? അതിർത്തി തർക്കമുള്ള ഏട്ടാനിയന്മാരുടെ തർക്കം തീർക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതങ്ങേറ്റു. ചുമ്മാ അങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? ഭാഗ്യത്തിന് നമ്മുടെ ഷീലയുടെ അയൽപക്കത്ത് 2 ചേട്ടാനിയന്മാരുണ്ട്, ഷക്കീറും ഷമീറും. അവന്മാരുടെ പേരും നമ്പരും എഴുതി സി ഐക്ക് കൊടുത്തിരിക്കുക. എന്തായാലും നന്നായി, സമയത്തിന് ചേട്ടൻ എത്തിയല്ലോ. ഞാൻ ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തായാലും മോൻ എത്തിയത് നന്നായി. ഞാനും വരാം. ഹലോ സാറേ, ആകെ പ്രശ്നമായിരിക്കുക. എന്താടോ? സാറേ, സാറ് നമ്മുടെ ഷീലയുടെ കയ്യിൽ നിന്ന് ഒരു നമ്പർ മേടിച്ചില്ലായിരുന്നോ? ഒരു ഷക്കീറിന്റെയും ഷമീറിന്റെയും. അവന്മാര് തമ്മിൽ ശരിക്കും അടിയായി. മധ്യസ്ഥ പറയാൻ ചെന്ന പഞ്ചായത്ത് മെമ്പർ ലൂക്കോസിനെ കുത്തി കുടലെടുത്തിരിക്കുക. ഇതിപ്പോ രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരിക്കുക. ഹർത്താൽ നടത്താൻ വരെ ആൾക്കാർ തീരുമാനിച്ചിരിക്കുക. സാർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. എന്റെ ഈശ്വര, ഈ പാവി ചെല്ലുന്നോടം പാതാളം എന്ന് പറഞ്ഞ സ്ഥിതിയായല്ലോടോ. എന്താ ഏട്ടാ? എടി, നമ്മൾ ചുമ്മാ പറഞ്ഞില്ലേ ഒരു ഷക്കീറും ഷമീറും അവന്മാര് ശരിക്കും തമ്മിലടിച്ച് ഒരു മധ്യസ്ഥനെ കുത്തി ആശുപത്രിയിലാക്കിയെന്ന്. ഞാൻ ഉടനെ ചെല്ലണമെന്ന്. ഞാൻ പോട്ടേമ്മേ. ഈശ്വര, ഈ പോലീസുകാരന്മാരുടെ ഒരു കാര്യം, ചിന്തിച്ചുണ്ടാക്കുന്ന കള്ളത്തിരക്കഥ തന്നെ അറം പറ്റുന്ന കാലം.